രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കോൺഗ്രസിന് ഏറെ വെല്ലുവിളിയുണ്ടാക്കിയ കേസായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസ്. ഇ.ഡി. അന്വേഷിച്ച കേസ് ഇപ്പോൾ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒന്നും രണ്ടും പ്രതികളാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ രാജ്യവ്യാപകമായി കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കേസിന് എന്തായാലും നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ പ്രതികരിക്കുകയും ചെയ്യുന്നത്. എന്താണ് കേസ് എന്ന് നോക്കിയാൽ, ജവഹർലാൽ നെഹ്റുവാണ് കോൺഗ്രസ് മുഖപത്രമായി നാഷണൽ ഹെറാൾഡ് ആരംഭിച്ചത്. ഈ പത്രത്തിന്റെ ഉടമകളിൽ നിന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്നുണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി മുഖപത്രം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആ നടപടിയിൽ, ആ ഇടപാടിൽ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. BJP നേതാക്കൾ തന്നെയാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ അതിന് പിന്നാലെ കേസ് ED ഏറ്റെടുക്കുകയും അതിന് പിന്നാലെ അന്വേഷണം നടത്തി കുറ്റപത്രം നൽകുകയുമാണ് ചെയ്തത്. നേരത്തെ തന്നെ ഈ കേസിന്റെ ഭാഗമായി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ED വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നു. ഇനി ഇത് എത്രത്തോളം വെല്ലുവിളി ഉയർത്തും കോൺഗ്രസിന്? തുടർ നടപടികൾ ഇപ്പോൾ കോടതിയിലൊക്കെ വിചാരണ നേരിടുമ്പോൾ വലിയ തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വരുമോ എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അജിംസ്, എന്താണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ്? അതിലിപ്പോൾ ED കുറ്റപത്രം നൽകിയിരിക്കുന്നു. അത് കോൺഗ്രസിനെ പൂട്ടാൻ ഉതകുന്നതായിരിക്കുമോ ആ കുറ്റപത്രം? ലൂസിഫർ സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്, ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പണി ആ സിനിമയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, കോൺഗ്രസ് എന്ന് തോന്നിക്കുന്ന പാർട്ടിയിൽ കാര്യങ്ങളിങ്ങനെ ഉള്ളുകളിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ നേതാക്കൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുക. എന്നിട്ട് അത് ലോകത്തോട് ഫേസ്ബുക്ക് ലൈവിലൂടെ വിളിച്ചു പറയുക. PK രാംദാസ് എന്ന വൻമരം വീണു, ഇനി ആര് എന്നൊക്കെ രസമുള്ള. ഗോവർദ്ധൻ എന്ന് പറയുന്നത് ഒരു കഥാപാത്രമല്ല, അത് ഇന്ത്യയിൽ പലയിടത്തും പല രീതിയിലൊക്കെ കാണപ്പെടുന്ന ചില വ്യക്തികളാണ്. അങ്ങനെ ഒരാളാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമിയുടെ തിയറി പ്രകാരം രാഹുൽ ഗാന്ധിയുടെ പേര് രാഹുൽ വിൻസി എന്നാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ട്. രാഹുൽ വിൻസി എന്നാണ് പേരെന്നൊക്കെയാണ് സുബ്രഹ്മണ്യ സ്വാമി. തെളിവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ബ്രോ എന്ന് അദ്ദേഹം പറയും, തെളിവൊന്നും ചോദിക്കരുത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹം കൊടുത്ത കേസാണിത്. ആക്ച്വലി ഇതിലെ കേസ് എന്താണെന്ന് വെച്ചാൽ, നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ പത്രം നെഹ്റു സ്ഥാപിച്ചതാണ്. അതിന് സ്വാതന്ത്ര്യ സമര ചരിത്രവും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമൊക്കെയായിട്ട് ബന്ധമുള്ള സ്വാതന്ത്ര്യ സമര ചരിത്ര പാരമ്പര്യമുള്ളൊരു പത്രമാണ്. 38 തുടങ്ങിയത്. അപ്പോൾ ആ പത്രത്തെ സംബന്ധിച്ച് അത് ആ നാട്ടുകാരെ നിന്ന് ഷെയർ വാങ്ങിച്ച് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തുടങ്ങിയതാണ് സ്വാഭാവികമായും. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, ഈ പാർട്ടി പത്രങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ. ഏതെങ്കിലും പാർട്ടി ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന പത്രങ്ങൾക്ക് പൊതുവെ വായനക്കാർ കുറവായിരിക്കും. ആ പാർട്ടിക്കാർ തന്നെ അത് വാങ്ങി വായിക്കില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പത്രം വലിയ തോതിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഇതിന് അസറ്റുകളുണ്ട്, അതായത് പ്രസ്സുണ്ട്, പ്രസ്സിന് കെട്ടിടമുണ്ട്, സ്ഥലമുണ്ട്, ബ്യൂറോ ഓഫീസുകളുണ്ട്, അങ്ങനെ അസറ്റുകളുണ്ട്. പക്ഷേ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത വിധം, പിന്നെ അതുപോലെ ഓവർ ആയിട്ടുള്ള ജീവനക്കാരാണ്, ആവശ്യത്തിലധികം ജീവനക്കാരും ഉണ്ട് അതിന്. അങ്ങനെ അത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ അവരെ സഹായിക്കുന്നു, പല ഘട്ടങ്ങളിലായി വായ്പ കൊടുത്ത് സഹായിക്കുന്നു. അപ്പോൾ പണം കൊടുത്ത് സഹായിക്കുമ്പോൾ അവരുടെ ഒരു അക്യുമുലേറ്റഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 90 കോടി രൂപയോളമായി. അപ്പോൾ 90 കോടി രൂപ കടത്തിലാണ് ആ പത്രം പോകുന്നത്. ആ പത്രം 2008 പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത് പ്രവർത്തനം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇത് റിജുവിനേറ്റ് ചെയ്യണം, ഇത് വീണ്ടും തുടങ്ങണമെങ്കിൽ ഇതിൻ്റെ കടം അവസാനിപ്പിക്കണം. അപ്പോൾ കോൺഗ്രസ് കണ്ടെത്തിയൊരു മാർഗം, പകരം വേറൊരു കമ്പനി സ്ഥാപിച്ചുകൊണ്ട് ആ കമ്പനി ഈ കടം ഏറ്റെടുക്കുന്നു. ഈ കടം ഏറ്റെടുക്കുന്നതിന് പകരമായി ഈ ആദ്യമുണ്ടായിരുന്ന കമ്പനി നാഷണൽ ഹെറാൾഡ് എന്ന പത്രസ്ഥാപനത്തിൻ്റെ ഓണറായ കമ്പനി AJL എന്ന് പറയുന്ന കമ്പനി, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്, ആ കമ്പനിയുടെ ഷെയറുകൾ പുതുതായിട്ടുണ്ടാക്കിയ യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിലേക്ക് നൽകുന്നു. അപ്പോൾ ഈ യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയ കമ്പനി അതൊരു നോൺ പ്രോഫിറ്റ് കമ്പനിയാണ്. അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ. അതിൽ നിന്ന് ലാഭം എടുക്കാൻ കഴിയില്ല അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാർക്ക്. അതിൽ മാനേജിംഗ് ഡയറക്ടർമാരായി രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മറ്റു ചില കോൺഗ്രസ് നേതാക്കളുണ്ട്. ഓസ്കർ ഫെർണാണ്ടസ്, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അങ്ങനെയുള്ള കുറച്ച് പേരാണ് അതിലുണ്ടായിരുന്നത്. അപ്പം അതൊരു നോൺ പ്രോഫിറ്റ് കമ്പനിയാണെന്നുള്ള അടിവരായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ഡയറക്ടർമാരായിരിക്കെ ഇതിൻ്റെ ഓണർഷിപ്പ് ഈ കമ്പനിയിലേക്ക് മാറ്റി. എല്ലാം കോൺഗ്രസിൻ്റെ തന്നെയാണ്. അങ്ങനെ മാറ്റിയതിനെക്കുറിച്ചാണ് സുബ്രഹ്മണ്യ സ്വാമി ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാദപ്രകാരം അതെങ്ങനെയാണ്, വലിയ അസറ്റുള്ള കമ്പനിയാണല്ലോ AJL. അതായത് AJL എന്ന് പറയുന്ന നാഷണൽ ഹെറാൾഡിന് ഒരുപാട് അസറ്റുകളുണ്ട്. 2000 കോടി രൂപയുടെ അസറ്റുണ്ട്. അപ്പോൾ 90 കോടി രൂപയുടെ കടത്തിൻ്റെ പേരിൽ ശ്രദ്ധിക്കണം, 90 കോടി രൂപയുടെ കടത്തിൻ്റെ പേരിൽ 2000 കോടിയിലധികം വിലയുള്ള അസറ്റ് ഈ പുതിയ കമ്പനിയിലൂടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സ്വന്തമാക്കി എന്നുള്ളതാണ് വാദം. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിയാണല്ലോ. 2000 കോടിയുടെ ആസ്തി മീൻസ് ഇവർക്ക് കെട്ടിടവും സ്ഥലമൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. 90 കോടി കടത്തിൻ്റെ പേരിൽ അതിന് മുഴുവൻ ഷെയറും ഇങ്ങോട്ട് മാറ്റുന്നു, ഭൂരിഭാഗം ഷെയറുകളും ഇവരിലേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമില്ലെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും.
പക്ഷേ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം ഇതിൽ ഒരു നിയമവിരുദ്ധതയും ചൂണ്ടിക്കാണിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. ആകെ പറ്റിയത് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞു. ഒരു മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് പ്രൈമാ ഫാസി ഇതിൽ ക്രൈം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. ആ കേസിൽ അന്തിമ വിധി ഇതുവരെയും വന്നിട്ടില്ല. 2015 തുടങ്ങിയ കേസ് ഇപ്പോൾ 10 വർഷമായിട്ടും അതിൻ്റെ വാദം പൂർത്തിയായി എന്നല്ല, അതിൽ വിധി വന്നിട്ടില്ല. നമുക്കറിയില്ല അതിൻ്റെ കോടതി വിധി എന്താണെന്ന് അറിയില്ല. പക്ഷേ ED കേസ് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ EDക്ക് എന്താ റോൾ? ഇതിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ? ഇതിലെന്താണ് കള്ളപ്പണം? ഒന്ന്, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇത് കോൺഗ്രസിൻ്റെ തന്നെ പത്രമാണ്, കോൺഗ്രസിൻ്റെ തന്നെ കമ്പനിയാണ്, കോൺഗ്രസ് ലീഡേഴ്സ് തന്നെ ഡയറക്ടർമാരായിട്ടുള്ള കമ്പനിയാണ്. ആദ്യം ഉണ്ടായിരുന്ന കമ്പനി AJL എന്ന് പറയുന്ന കമ്പനി, പുതുതായി ഉണ്ടാക്കിയ കമ്പനിയും കോൺഗ്രസ് ലീഡേഴ്സ് തന്നെയാണ്. അത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മറ്റ് കോൺഗ്രസ് ലീഡേഴ്സും ഉണ്ട്. അപ്പോൾ ഒരു കമ്പനി കടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കടം പരിഹരിക്കാൻ വേണ്ടി പാർട്ടി തന്നെ പണം കടം കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ സുബ്രഹ്മണ്യ സ്വാമി കോടതി കൊടുത്ത കേസിൽ അദ്ദേഹം വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരു ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാർട്ടിയാണ്, ആ പാർട്ടിക്ക് വായ്പ കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഏതെങ്കിലും വകുപ്പിൽ ഒരു പാർട്ടിക്ക് വായ്പ കൊടുക്കാൻ പാടില്ല എന്നില്ല. മറ്റത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിരുന്നു, പലിശരഹിത വായ്പയാണ്, പലിശ പോലും കിട്ടിയിട്ടില്ല കോൺഗ്രസിന്. അങ്ങനെ വായ്പ കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് വാദിക്കുന്നത് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ? ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഇത് മാറ്റുമ്പോൾ ഇതിൽ വാലിഡായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. സുബ്രഹ്മണ്യ സ്വാമി പറയുന്നതിൽ ഒരു വാലിഡായിട്ടുള്ള പോയിൻ്റ് ഉണ്ട്. ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് മറ്റൊരു കമ്പനിയിലേക്ക് അതിൻ്റെ ഷെയറുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതി വേണമോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ വിവാദം ഉയർന്നു വന്ന സമയത്ത് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൻ്റെ അച്ഛൻ ശാന്തിഭൂഷൺ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇതിൽ ഷെയർ ഉണ്ടായിരുന്നു. ആ ഷെയറിൻ്റെ ഉടമ എന്ന അർത്ഥത്തിൽ ശാന്തിഭൂഷൺ അതിൻ്റെ ഷെയർ ഹോൾഡറാണ്. എന്നോട് ചോദിച്ചിട്ടില്ല. അതിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു അദ്ദേഹം പറഞ്ഞു എനിക്കിതിൽ ഷെയർ ഉണ്ട്, പക്ഷെ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ അവരാരും കോടതിയിൽ കേസുമായിട്ട് പോയിട്ടില്ല. ഇനിയിപ്പോൾ അവരോട് ചോദിക്കാതെയാണ് ഇത് കൈമാറ്റത്തിന് എല്ലാവരുടെയും കൺസെൻറ്റ് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഒരു കമ്പനി അങ്ങനെ ഷെയറുകൾ കൈമാറുകയാണെങ്കിൽ അതൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയും അത് കമ്പനികാര്യ മന്ത്രാലയത്തേക്ക് അറിയിച്ചിട്ടാണ് ഇത് കൈമാറിയിട്ടുള്ളത്. അല്ലാണ്ട് ആരും ഒളിച്ച് ചെയ്ത കാര്യമല്ല. ഇത് എല്ലാ അർത്ഥത്തിലും ട്രാൻസ്പെറൻ്റായി നടന്നിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന, ഇതിൽ ഈ പറഞ്ഞത് കറക്റ്റാണ്, ഇവർ പറയുന്ന കാര്യം കറക്റ്റാണ്. ശാന്തിഭൂഷണെയും മാർക്കണ്ഡേയ ഗഡ്ജുനെയും ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല അവർക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അതെങ്ങനെയാണ് കള്ളപ്പണ ഇടപാടായി മാറുന്നത്, അതെങ്ങനെയാണ് ക്രൈമായി മാറുന്നത് എന്നുള്ളത് ഇനി കോടതിയാണ് പറയേണ്ടത്. പക്ഷേ EDയുടെ കുറ്റപത്രത്തിൻ്റെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്ന പ്രകാരം, നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന പ്രകാരം ഞാൻ കണ്ടിട്ടില്ല കുറ്റപത്രം. അത് എന്താണ്, ഒരുതരം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മാതിരിയാണ് തോന്നുന്നത്. ഇത് മൊത്തം തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇത് സോണിയയും രാഹുൽ ഗാന്ധിയും കൂടി പണം വെളുപ്പിച്ചിരിക്കുകയാണ്, ഇല്ലിസിറ്റ് മണി ട്രാൻസ്ഫർ ഇതിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അതിൽ ആരോപിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്നതിൽ കമ്പനികാര്യ നിയമങ്ങളനുസരിച്ച്, കോർപ്പറേറ്റ് ലോ അനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ കമ്പനികളുടെ ട്രാൻസാക്ഷൻ, ഒരു കമ്പനിയിൽ നിന്ന് ഷെയർ അങ്ങോട്ട് മാറ്റുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അത് ട്രാൻസ്പെറൻ്റ് ആണെന്നൊക്കെ സൂക്ഷ്മ പരിശോധന ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാൽ പോലും അതൊരു ക്രൈം, നമ്മൾ പറയുന്ന ഒരു ഒഫൻസ് ഒന്നും ആവുന്നില്ല. അതൊക്കെ ഒരു പിഴയടച്ചോ ഒക്കെ തീരാവുന്ന കേസുകളേ ഉള്ളൂ. അതിനെയാണ് ഈ 10 വർഷമായിട്ട് കോടതിയിൽ കേസ് നടക്കുന്നതെന്ന് ആലോചിക്കുക. അത് ഇനി അതിൻ്റെ വിധി പുറത്തു വന്നിട്ടില്ല. EDയുടെ കേസ് വേറെയാണ്. ED പറയുന്നതിൽ കള്ളപ്പണമാണ് തന്നെ. എന്താണ് കള്ളപ്പണം? ഇതിൽ PMLA ആക്ടിൻ്റെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നത്? ED കുറ്റപത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ED എന്താണ് കോടതിയിൽ വാദിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ED എടുത്തിട്ടുള്ള കേസുകളിൽ എത്ര കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് ഉണ്ട്? 1% താഴെയാണ്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളിൽ, അതായത് ഈ 2014 മുതൽ ഈ 2025 വരെയുള്ള 11 വർഷത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെടുത്തുള്ള കേസുകളിൽ ഒരു കേസ് പോലും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കേസ് പോലും, ഏതെങ്കിലും ഒരു കേസ് തെളിയണ്ടേ? ഒരു കേസ് പോലും തെളിയില്ല. എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. 16,000 കേസ് ED ഈ 10 കൊല്ലം കൊണ്ട് എടുത്തിട്ടുണ്ട്, 11 വർഷം കൊണ്ട്. അതിൽ എത്ര കേസുകളിൽ അതിൻ്റെ കേസുകളിൽ ബഹുഭൂരിഭാഗവും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്, പ്രതിപക്ഷത്തിനെതിരെയാണ് എന്നുള്ളത് പാർലമെൻറ്റിൽ പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് സർക്കാർ. അതുകൊണ്ടാണ് ഈ മറ്റേ കേസ് കോടതിയിൽ ഇരിക്കുന്ന കേസിനെ പറ്റി നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല, സബ് ജുഡീസാണ്. EDയുടെ കേസ് നമുക്ക് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം. അതിൻ്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ചും അതിൻ്റെ കൺവിക്ഷൻ റേറ്റും അവരുടെ പെർഫോമൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ വെൻഡറ്റയാണ് ED കേസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിനെ ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് രാജ്യം മുഴുവൻ EDക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. രാജ്യം മുഴുവൻ EDക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ അങ്ങനെ EDക്കെതിരെ പ്രതിഷേധമില്ല. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. കാരണം ഇവിടെ ED കൂടുതൽ വേട്ടയാടുന്നത് ആരെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഭരിക്കുന്നവരെയാണ് വേട്ടയാടുന്നത്. അപ്പോൾ കോൺഗ്രസ് വെറുതെ ഇവിടെ നാഷണൽ ഹെറാൾഡിൻ്റെ പേരിൽ ഇവിടെ പ്രതിഷേധിച്ച് അവരുടെ ഒരു
പൊളിറ്റിക്കൽ അപ്പർ ഹാൻഡ് കളയാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ ഡൽഹിയിൽ നമ്മൾ കണ്ട നല്ല പ്രൊട്ടസ്റ്റൊക്കെ തന്നെയായിരുന്നു. രാഷ്ട്രീയമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതാണ് ഇ ഡി എന്ന കേന്ദ്ര ഏജൻസി. രാഷ്ട്രീയമായി തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അവരാൽ വേട്ടയാടപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊളിറ്റിക്കലായി ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. മറ്റേ കേസ്, കോടതിയിൽ ഇരിക്കുന്ന കേസ് അതിൻ്റെ വിധി വരട്ടെ. പക്ഷേ ഇ ഡി കേസ് എന്താവും എന്നുള്ളത് കോടതി നമുക്കറിയാം. അതിൻ്റെ ഒരു ഫലം എന്തായിരിക്കും നമുക്ക് ഇപ്പോഴേ ഊഹിക്കാൻ കഴിയും എന്നേ പറയാനുള്ളൂ. യെസ്, നൗഫൽ, ഒരു വലിയ തിരിച്ചടിയാകുമോ കോൺഗ്രസിനെ സംബന്ധിച്ച് നാഷണൽ ഹെറാൾഡ് കേസ്? തിരിച്ചടി എന്ന് പറഞ്ഞാൽ അജിംസ് പറഞ്ഞതിനാണ് പോയിന്റ്. ഈ ഇ ഡി കേസുകളിൽ വിധി വരുന്നത് നമ്മൾ കേട്ടിട്ടില്ല സത്യത്തിൽ. അങ്ങനൊരു കേസ് അടുത്ത കയറി പറയാൻ പറ്റുമോ? ഒരു ചെറിയ കേസ് പോലും നമുക്ക് ആർക്കും അങ്ങനെ മനസ്സിലായി വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ആളെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇ ഡിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് മാത്രമാണ് ഇ ഡി മാറുന്നത്. അപ്പോൾ നമുക്ക് ഏത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ഇതേ സംഭവം കണ്ടതാണ്. കർണാടകയിൽ കണ്ടതാണ്, കേരളത്തിൽ കണ്ടതാണ്, ഹരിയാനയിൽ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ഇ ഡിയുടെ വരവ് നമ്മൾ കണ്ടതാണ്. പല സംസ്ഥാനങ്ങളിലും ഇ ഡിയുടെ വരവ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെ, കേന്ദ്ര ഏജൻസികളുടെ വരവ് പേടിച്ചുകൊണ്ട് നേരത്തെ തന്നെ അപ്പുറം ചാടിയ ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് ആ ഒരു ഒഴുക്കിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ബി ജെ പിയിലേക്കുള്ള മറ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനാണ് കൂടുതൽ ആളുകൾ പോയത്. അങ്ങനെയുള്ള ഒഴുക്ക് ഇപ്പോൾ അടുത്തൊന്നും കാണാനില്ല. സാധാരണ അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് വരാറുള്ളതെന്ന് സത്യമാണ്. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലും അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളൂ. പല നേതാക്കളും കോൺഗ്രസ്സിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇ ഡി അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് ആളുകൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണത്. ഈ കേസും നാഷണൽ ഹെറാൾഡ് കേസ് എപ്പോഴും ഇപ്പം മോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും ജെ പി നഡ്ഡ ആണെങ്കിലും ഒക്കെ കോൺഗ്രസ്സിനെ ആക്രമിക്കാൻ വേണ്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്താണ്? കുടുംബാധിപത്യം എന്നുള്ളതാണ്. രണ്ടാമത്തേത് നാഷണൽ ഹെറാൾഡ് കേസാണ്. ഇത് രണ്ടിലും വലിയ കാര്യമൊന്നുമില്ല ജനങ്ങൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വരണം. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് കുറ്റപത്രത്തിലെ വലിയ വിവരങ്ങളൊന്നും കാണുന്നില്ല. അജിം സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, ആരോപണങ്ങൾ മാത്രമായിട്ട് തോന്നുന്ന ചില വിവരങ്ങളാണ്. 988 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചു, എങ്ങനെ വെളുപ്പിച്ചു, ആര് വെളുപ്പിച്ചു, എങ്ങനെ വെളുപ്പിച്ചു എന്നൊന്നും ഒരു വിവരവും ആ വാർത്തയിലൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പം ഈ 2000 കോടിയുടെ ഈ പറയുന്ന പിന്നെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കുറച്ചൊരു പ്രശ്നം വന്നപ്പോൾ മറ്റേ ആൾ കുറച്ച് കാശ് എടുത്ത പോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കോൺഗ്രസ് അത് കരുതിയിട്ടുണ്ടാവുള്ളൂ. ഈ പറയുന്ന നിയമവശങ്ങളൊക്കെ പരിശോധിച്ച് അതനുസരിച്ച് അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇതിലെന്തോ വലിയ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് പറയുക എന്നല്ലാതെ അതിനുള്ള സുബ്രഹ്മണ്യ സ്വാമി നമുക്കറിയാം ഒരുപാട് ഇതുപോലുള്ള ഒരു കോൺസ്പിറസി തിയറി കണ്ടുപിടിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് കേസുകൾ അദ്ദേഹം കോടതിയെ സമീപിക്കും, പലരെയും ഇങ്ങനെ മുൾമുനയിൽ നിർത്തും, എന്തോ പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടാകും. പക്ഷേ ഒന്നും സംഭവിക്കില്ല. അതാണ് സാധാരണ നടന്നു വരാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഇന്നലെയോ ഇന്നോ ഏതോ ഒരു ചാനലിൽ ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഇൻ്റർവ്യൂ കണ്ടു. അയാൾ പറയുകയാണ് 6 മാസം കൊണ്ട് ഈ കേസിൽ വാദം പൂർത്തിയായി, വിധി വരും, സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും ശിക്ഷിക്കപ്പെടും, ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അദ്ദേഹം അവർ ചെയ്തത് എന്നൊക്കെ അദ്ദേഹം അങ്ങ് പറയും. 6 മാസം കൊണ്ട് വിധി വരുന്ന മൂപ്പരങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഏത് ഇ ഡിയുടെ കേസിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വേറെ നിലക്കാണ് പോകുന്നത്. പക്ഷേ ജനങ്ങൾ ഇതിനെ എനിക്ക് തോന്നുന്നില്ല അത് വലിയ കാര്യമായിട്ട് കാണുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും പ്രതിപക്ഷത്തെ ഇനി മോദിയെ എതിർക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഇത്തരത്തിൽ ഒതുക്കാൻ വേണ്ടി കേന്ദ്രം ശ്രമിക്കുമെങ്കിലും അതിൽ വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഞാൻ പറയാൻ വിചാരിച്ച പോയിൻറ്റിൻ്റെ തുടക്കം അജിംസ് പറഞ്ഞു. അതായത് നമ്മൾ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ, CPM-കാരും ഈ വിഷയത്തെ എങ്ങനെ കാണാമെന്നുള്ള. കോൺഗ്രസ്സുകാരിപ്പം SFIO അന്വേഷണം, ED അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് CPM-നെ വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് നാഷണൽ ഹെറാൾഡ് കേസ് വരുമ്പോൾ ഒരു ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നുണ്ട്. ED കേന്ദ്ര ഏജൻസികളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ അവർക്ക് ഉള്ള കുറച്ച് ആശയക്കുഴപ്പം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, എന്തായാലും വലിയ തിരിച്ചടിയാകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ED കുറ്റപത്രം നൽകിയിട്ടുണ്ട്. ഇനി എപ്പോൾ വിചാരണയ്ക്ക് പൂർത്തിയാക്കി വിധി വരും, അതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ശിക്ഷിക്കപ്പെടുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇതിനെതിരെ നിയമയുദ്ധം തുടങ്ങാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്.